സ്നേഹവീട് എന്ന ചിത്രം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം നടത്തുന്നു. ഒരു 3 മോഡുലേഷനിലാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ഭയങ്കര പൊട്ടിച്ചിരിയും കയ്യടിയും ഒക്കെയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ആ ഡയലോഗ് ഒന്ന് തമാശകളും നർമ്മങ്ങളും ചെറിയൊരു പുളുവടിക്കുന്ന ആളായിട്ടാണ്. അതെ, ആ ഒരു ഡയലോഗാണ് മാറ്റിക്കൊണ്ട് പോകുന്നത് തന്നെ. എപ്പോഴും ആ ഒരു പ്രായത്തിൽ കൊച്ചിലെ നാട് വിടുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാൾക്കാർക്ക് മദ്രാസിൽ പോകാന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല. ആ ഒരു സമയത്ത് അയാൾ മദ്രാസിൽ പോയി, ബോംബെ പോയി, അപ്പോൾ പിന്നെ ദുബായിൽ പോയി ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി വന്നു എന്ന് പറയുന്ന സമയത്ത് മദ്രാസിൽ പോയിട്ട് കുറച്ച് തമാശകളും പുളമൊക്കെ അടിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. പിന്നെ അത് ഏറ്റവും കൂടുതൽ രസിക്കുന്ന അയാളുടെ അപ്പുറത്തിരിക്കുന്ന ഏറ്റവും കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആളുകളാണ്. അത്തരത്തിൽ തമാശകൾ പറയുന്നതിലൂടെയാണ് അയാൾക്ക് പിന്നെ പ്രോബ്ലം ഉണ്ടാകുന്നത്. പിന്നീട് ആ ഡയലോഗ് തന്നെ പൂമ്പാറ്റകൾ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുള്ളൊരു ഇതൊക്കെ വളരെ എന്താ പറയുക നല്ലൊരു ഇതായിരുന്നു. ആ മോഡുലേഷൻ ഇത്രയും ഡയലോഗുകൾ പ്രസന്റ് ചെയ്യുന്നതിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സിലും അതുപോലെ തന്നെ ഞാൻ ചാടും ആ ഒരു ഡയലോഗ് ഒരുപാട് മോഡുലേഷനിൽ നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ തോന്നും ഇത്രയും ഒരു വാക്ക് ഇത്ര മോഡുലേഷനിൽ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതെ. ആ സിറ്റുവേഷനാണ്, കഥാപാത്രം എവിടെ ഇരിക്കുന്നു, തിരക്കഥയിലുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. അത്തരം സിറ്റുവേഷനുകൾ ഉണ്ടാകുമ്പോഴാണ് സിനിമ നന്നാകുന്നത്, അതിന് രസം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം നല്ല കഥകളുണ്ടാകട്ടെ, കഥാപാത്രങ്ങളുണ്ടാകട്ടെ, മലയാളത്തിൽ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാസിനോവ എന്ന ചിത്രം ലാലേട്ടൻ ബാങ്കോക്കിൽ വെച്ച് ചെയ്തതല്ലേ, ഈ കഥാപാത്രങ്ങളുടെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഡ്യൂപ്പിനെ പോലും വേണ്ടാന്ന് വെച്ചിട്ട് സംവിധായകൻ പറഞ്ഞിട്ട് കൂടി വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നത് അതൊക്കെ ഒരു എററാണ്. ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്, ഒരു ചെറിയ പാളിച്ചയിലുണ്ടാകുന്നതാണ്. അപ്പോൾ അതിലൊരു അപകടം ഉണ്ടായി, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ദാഹമാണോ അതിലൂടെ നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ചെയ്യണം. സിനിമ എന്ന് പറയുന്നത് ഒരു എത്ര ഡ്യൂപ്പ് ചെയ്താലും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരുപാട് ഷോട്ട്സുകളുണ്ടാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു എറർ ഉണ്ടാവും. അത് നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആയിരിക്കും. അപ്പോൾ ആരുടെ ആണെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ചെറിയൊരു കുഴപ്പമുണ്ടായി, അതൊന്നും കുഴപ്പമില്ല, എല്ലാം ശരിയായി നന്നായിട്ട് വരുന്നുണ്ട്. ഒരുപാട് അഭിനയശേഷി പുറത്തു കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ലാലേട്ടനിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ മനസ്സിൽ ഇനിയും ഇപ്പോൾ 300 കഥാപാത്രങ്ങൾ ചെയ്തു, ഓരോന്നും വ്യത്യസ്തമായിരുന്നു. നമുക്ക് തന്നെ തോന്നും ഇത്രയും ഒരുപോലെ തോന്നുന്ന കഥാപാത്രങ്ങൾ വരെ വളരെ വ്യത്യസ്തതയോട് കൂടിയിട്ടാണ് ലാലേട്ടൻ ചെയ്തത്. എങ്ങനെയാണ് ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഇത്ര വ്യത്യസ്തത കൊടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണെന്നുള്ളൊരു അത്തരം കഥാപാത്രങ്ങളെ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ആക്ടർ എന്നുള്ള ആൾക്ക് ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ പ്രണയം എന്നുള്ളൊരു സിനിമയെ പോലെയല്ല സ്നേഹവീട്, അല്ലേ? സ്നേഹവീട് എന്ന് പറയുന്നൊരു സിനിമ പോലെയല്ല അടുത്ത വരുന്ന അറബി ഒട്ടകവും പീമാസം എന്നായിരുന്നു. അത്തരത്തിലുള്ള കഥകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്, കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്, അത്തരത്തിലുള്ള നല്ല സംവിധായകരുടെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ആ ഭാഗ്യം ഒരുപാട് കിട്ടിയ ഒരാളാണ് ഞാൻ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് അത്തരം സിനിമകൾ ചെയ്യാനും അത്തരം സിനിമകളിൽ ഒരുപാട് ആൾക്കാർ കാണാനും അത്തരം കഥാപാത്രങ്ങളെ മനസ്സിൽ ഓർമ്മിക്കാനൊക്കെ കഴിയുന്നത്. അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എന്നിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ തന്മാത്ര, ഭ്രമരം, അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ കാണുന്നവരുടെ മനസ്സിൽ നിന്ന് തന്നെ മാറാൻ ഒരുപാട് സമയമെടുക്കുന്നു. ഈ സിനിമകളിൽ അഭിനയിച്ച ഈ കഥാപാത്രങ്ങൾ ജീവിതത്തിനോട് കൂടെ കുറച്ച് നാളെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായില്ല. അതൊക്കെ നമുക്കൊരു ഇമാജിനറി ലോകമല്ലേ. അങ്ങനെ അല്ലാതെ ഭ്രമരത്തിലെ കഥാപാത്രം നമ്മുടെ കൂടെ നടക്കുക, അല്ലെങ്കിൽ തന്മാത്രയിലെ ഒരു അൾഷൈമേഴ്സൊക്കെ പിടിച്ച ഒരാളാണ് അയാളൊക്കെ നമുക്ക് ഇങ്ങനെയാണ് കൂടെ. സിനിമ എന്ന് പറയുന്ന ആ സിനിമ കഴിയുന്നതോടുകൂടി നമ്മൾ വേറൊരു സിനിമ നമ്മൾ മറ്റേതുപോലെ പറയുന്ന പോലെ ഇത് കുടിക്കുന്നു, പറക്കുന്നു. ഓക്കെ.